CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ മുന്നേറ്റ ജാഥയുടെ പര്യടനവും മലപ്പുറത്ത് തുടരുകയാണ്. തിരൂരങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ വൈകിട്ട് പൊന്നാനിയിൽ സമാപിക്കും. അതേസമയം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള LDFന്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ എറണാകുളം ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. നാളെ വൈകിട്ട് കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് ജില്ലയിലെ ജാഥയുടെ സമാപനം. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അർജുൻ. ഇന്നലെ പണിമുടക്കായതുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യാത്രയൊക്കെ നിർത്തിവെച്ചതായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും തുടങ്ങുമ്പോൾ എങ്ങനെയൊക്കെയാണ് പരിപാടികൾ? ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു ദിവസം പണിമുടക്കായതുകൊണ്ട് തന്നെ യാത്രക്ക് താൽക്കാലികമായി യാത്ര നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് വികസന മുന്നേറ്റ ജാഥ പുനരാരംഭിക്കുകയാണ്. 3 മേഖലകളിൽ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും 3 നേതാക്കളാണ് യാത്ര നയിക്കുന്നത്. MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ മലപ്പുറം ജില്ലയിൽ തുടരുകയാണ്. മലപ്പുറം തിരൂരങ്ങാടിയിൽ നിന്ന് ഇന്ന് ജാഥയുടെ യാത്ര തുടങ്ങും. വൈകിട്ട് പൊന്നാനിയിലാണ് സമാപനം. ശനിയാഴ്ച തവനൂരിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം പിന്നീട് പാലക്കാട് ജില്ലയിലേക്കാണ് യാത്ര കടക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന മധ്യമേഖലാ ജാഥ എറണാകുളം ജില്ലയിൽ യാത്ര തുടരുകയാണ്. ഇന്ന് പെരുമ്പാവൂരിലാണ് തുടങ്ങുന്നത്. അതിനുശേഷം ആലുവ, അങ്കമാലി തുടങ്ങിയ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം പറവൂരിലും പര്യടനം നടത്തും. അതിനുശേഷം നാളെ വൈപ്പിലായിരിക്കും പര്യടനം ആരംഭിക്കുക. എന്തായാലും പ്രധാനമായും സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടാണ്, ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ജാഥ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പരമാവധി പൗരപ്രമുഖരെയും മറ്റും കാണുക, അവരുമായി കൂടിക്കാഴ്ചകൾ നടത്തുക, അവരുടെ ആവശ്യങ്ങളും മറ്റും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും തിരിച്ചറിയുക, അതോടൊപ്പം തന്നെ ജനങ്ങളുമായി സംവദിക്കുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വികസന മുന്നേറ്റ ജാഥ യാത്ര തുടരുന്നത്. എന്തായാലും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജാഥ ഇന്ന് പുനരാരംഭിക്കും. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.